ഇന്ത്യൻ ഗവൺമെന്റ് സ്വർണത്തിന്റെ ഇമ്പോർട്ട് നികുതി കുറച്ചതിന് തൊട്ടു പിന്നാലെ അംബാനിയും ആദിത്യ ബിർളയും ഇന്ത്യയിലെ സ്വർണ്ണ ബിസിനസ് രംഗം പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ ടാറ്റ, ബിർള, അംബാനി എന്നിവരുടെ വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എങ്കിലും ലക്ഷറി ജ്വല്ലറി ബിസിനസ് രംഗത്ത് ചടുലമായ മാറ്റങ്ങളും ബ്രാൻഡുകൾ തമ്മിലുള്ള വലിയ മത്സരങ്ങളും നടക്കുന്നുണ്ട്. 2024 ആദിത്യ ബിർള ഗ്രൂപ്പ് ബ്രാൻഡഡ് ജ്വല്ലറി ബിസിനസ്സിലേക്ക് ചുവടുവെക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. 5000 കോടി രൂപ ചെലവാക്കി ഇന്ദ്രിയ എന്ന പുതിയ ജ്വല്ലറി ബ്രാൻഡാണ് ആദിത്യ ബിർള ഗ്രൂപ്പ് ആരംഭിച്ചത്. ഇതേ വർഷം തന്നെ റിലയൻസ് കമ്പനിയും ലക്ഷറി ജ്വല്ലറി ബിസിനസ്സിലേക്ക് പ്രവേശിച്ചിരുന്നു. ടാറ്റ വളരെ മുന്നേ തന്നെ ജ്വല്ലറി രംഗത്ത് തനിഷ്ക് എന്ന ബ്രാൻഡുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ടാറ്റ വളരെ മുന്നിലാണ് എങ്കിലും ഇനിയുള്ള മാസങ്ങളിലും വർഷങ്ങളിലും ടാറ്റ, റിലയൻസ്, ആദിത്യ ബിർള എന്നീ ഗ്രൂപ്പുകൾ തമ്മിൽ ഇന്ത്യയിലെ ജ്വല്ലറി ബിസിനസ് കീഴടക്കാൻ മത്സരിക്കുന്നത് നമുക്ക് കാണാം. ടാറ്റ ഇപ്പോൾ തന്നെ ഈ രംഗത്ത് ബഹുദൂരം മുന്നിലാണ് എന്നിരിക്കെ ഇവിടെ എന്താണ് മറ്റ് രണ്ട് കമ്പനികൾക്കുമുള്ള സാധ്യതകൾ? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ വൻകിട ഗ്രൂപ്പുകൾ അടുത്ത കാലത്തായിട്ട് ജ്വല്ലറി ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണം? ജ്വല്ലറി മാർക്കറ്റിൽ കഴിഞ്ഞ കാലങ്ങളായി വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പണം ഉണ്ടാക്കാനും ബിസിനസ് ചെയ്യാനും ആഗ്രഹിക്കുന്ന എല്ലാവരും കണ്ടിരിക്കേണ്ട, ഷെയർ ചെയ്യേണ്ട മേൽപ്പറഞ്ഞ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. ടാറ്റ, ആദിത്യ ബിർള, റിലയൻസ് ഇവരിൽ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന കാര്യം ഒന്ന് കമൻറ്റിൽ എഴുതും. നമുക്ക് നോക്കാം കൂടുതൽ ഫാൻസ് ഏത് ഗ്രൂപ്പിനാണ് എന്ന കാര്യം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. റിലയൻസ് ആയാലും ആദിത്യ ബിർള ഗ്രൂപ്പ് ആയാലും രണ്ട് കമ്പനികളും ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ രംഗത്ത് വർഷങ്ങളോളം പാരമ്പര്യമുള്ള കമ്പനികളാണ്. 1999 യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ക്ലോത്തിംഗ് സപ്ലയർ ആയിരുന്ന മഡൂറ ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന മെൻസ് ഫാഷൻ രംഗത്തെ വലിയൊരു കമ്പനിയെ സ്വന്തമാക്കിക്കൊണ്ടായിരുന്നു ആദിത്യ ബിർള ഗ്രൂപ്പ് ഈ രംഗത്തേക്ക് പ്രവേശിച്ചത് തന്നെ. അതുപോലെ റിലയൻസ് കമ്പനിയും റിലയൻസ് ട്രെൻഡ് എന്ന പേരിൽ അവരുടേതായ ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് 2007 ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് രണ്ട് ഗ്രൂപ്പുകളും ഫാഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ രംഗത്ത് വളരെ മുന്നേ തന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം വ്യക്തവുമാണ്. ഇങ്ങനെയുള്ള രണ്ട് ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം ജ്വല്ലറി ബിസിനസ് എന്ന് പറയുന്നത് ഫാഷൻ ലൈഫ് സ്റ്റൈൽ ബിസിനസിന്റെ തുടർച്ചയായി മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ ടാറ്റയുടെ കാര്യം നോക്കിയാൽ വെസ്റ്റ്സൈഡ്, സ്റ്റുഡിയോ എന്നീ ബ്രാൻഡുകൾ അവർക്ക് ഇപ്പോൾ തന്നെയുണ്ട്. ഈ രണ്ടു കൂട്ടർക്കും കനത്ത വെല്ലുവിളി ഉയർത്തുന്നതാണ് ടാറ്റയുടെ ഈ ബ്രാൻഡുകൾ. കൂടാതെ ടാറ്റ ഒരു അല്പം മുന്നേ തന്നെ അതിവിദഗ്ധമായ തന്ത്രങ്ങൾ കൊണ്ട് ഇന്ത്യൻ ലക്ഷറി ജ്വല്ലറി മാർക്കറ്റ് കൈപ്പിടിയിലാക്കിയിട്ടുമുണ്ട്. ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ കാര്യം നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ അവരുടെ ആകെ വരുമാനത്തിൻ്റെ 20% കൺസ്യൂമർ ബിസിനസ്സിൽ നിന്നുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൺസ്യൂമർ ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ലൈഫ് സ്റ്റൈൽ, റീറ്റെയിൽ, ഫൈനാൻഷ്യൽ സർവീസസ്, ടെലികോം എല്ലാം ഉൾപ്പെടുന്നതാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 13 ബില്യൺ, അതായത് 1 ലക്ഷം കോടി രൂപയായിരുന്നു ഈ ബിസിനസ്സിൽ നിന്നും ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ആകെ വരുമാനം. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ വരുമാനം ഇരട്ടിയാക്കി 25 ബില്യൺ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്ര വലിയ ലക്ഷ്യമായതുകൊണ്ട് തന്നെ പെയിന്റ് ബിസിനസ്സിലേക്ക് അടക്കം ആദിത്യ ബിർള ഗ്രൂപ്പ് ചുവട് വെച്ച് കഴിഞ്ഞു. എന്നാൽ അത് മാത്രം പോരല്ലോ, വളരുന്ന ഇന്ത്യൻ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്പോൾ വിജയിച്ച മേഖലകളിലെ വിജയം അതുപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ മേഖലകളിലേക്ക് ചുവട് വെക്കണം. ആ ലക്ഷ്യത്തോടെ കൺസ്യൂമർ ബിസിനസ്സിലെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ആദിത്യ ബിർള ഗ്രൂപ്പ് ജ്വല്ലറി ബിസിനസ്സിലേക്കും പ്രവേശിച്ചിരിക്കുന്നത്. മോത്തിലാൽ ഒസ്വാലിൻ്റെ 2024 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ജ്വല്ലറി വ്യവസായം ഫോർമുലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ക്വാളിറ്റിയുള്ള ജ്വല്ലറി വിശ്വസനീയമായ ബ്രാൻഡുകളുടെ പക്കൽ നിന്നും കൂടുതലായി വാങ്ങാൻ ആളുകൾ ആരംഭിച്ചിരിക്കുന്നു. മുൻകാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ജനങ്ങൾ തങ്ങളുടെ ഗ്രാമത്തിലോ പട്ടണത്തിലോ ഒക്കെയുള്ള ഏതെങ്കിലും ലോക്കൽ ജ്വല്ലറികളിൽ നിന്നുമായിരുന്നു സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ സാഹചര്യം ടാറ്റ ഗ്രൂപ്പിൻ്റെ ടൈറ്റാൻ കമ്പനിയുടെ ജ്വല്ലറി ബ്രാൻഡായ തനിഷ്കിൻ്റെ വരവോടെ മാറാൻ തുടങ്ങി. 1994 ആദ്യമായിട്ട് ടാറ്റ ഗ്രൂപ്പ് അവരുടെ സ്വന്തം ജ്വല്ലറി ബ്രാൻഡ് പുറത്തിറക്കുന്നത്. ഇന്ത്യയിലെ ജ്വല്ലറി മാർക്കറ്റിൻ്റെ 95% അൺഓർഗനൈസ്ഡ്, അതായത് അസംഘടിതമാണെന്ന് ടാറ്റ ഗ്രൂപ്പ് മനസ്സിലാക്കി. കാരണം ജ്വല്ലറി ആവശ്യമുള്ളവർ അവരുടെ അടുത്തുള്ള ലോക്കൽ ജ്വല്ലറി ഷോപ്പുകളിൽ നിന്നായിരുന്നു കൂടുതലും സ്വർണം മേടിച്ചിരുന്നത്. ഇങ്ങനെ ഇന്ത്യയിലെ ഓരോ സ്ഥലത്തും പ്രാദേശികമായി 10,000 കണക്കിന് ചിതറിക്കിടക്കുന്ന ജ്വല്ലറി കടകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ 95% അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറി ഇൻഡസ്ട്രിയിലേക്കായിരുന്നു ടാറ്റയുടെ തനിഷ്ക് പ്രവേശിച്ചത്. ലോക്കൽ ഷോപ്പുകളിൽ കസ്റ്റമർക്ക് ക്വാളിറ്റി പരിശോധിക്കാനോ പ്രൊഡക്റ്റുകൾ തമ്മിൽ താരതമ്യം ചെയ്യാനോ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളിൽ സ്വർണ്ണക്കടകളിലെ വിശ്വാസം കുറഞ്ഞു വരുന്നൊരു സമയമായിരുന്നു. ഈ സാഹചര്യം മാറ്റാനാണ് ടാറ്റ തീരുമാനിച്ചത്. തനിഷ്ക് ബ്രാൻഡഡ് സ്റ്റോറുകളിൽ കരാമീറ്റർ എന്നൊരു ഉപകരണം കൂടെ കമ്പനി പുതുതായി കൂട്ടിച്ചേർത്തു. ഇതുപയോഗിച്ച് ആഭരണത്തിൻ്റെ പ്യൂരിറ്റി സെക്കൻഡുകൾക്കകം അറിയാൻ സാധിക്കുന്നതാണ്. സ്വർണം 22 ക്യാരറ്റ് 916 ആണോ അല്ലയോ എന്നെല്ലാം മനസ്സിലാക്കി ഉപഭോക്താവിന് മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ സാധാരണ കടകളിൽ നിന്നും ആളുകൾ നിരന്തരം കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ടെക്നോളജിയുമായി ടാറ്റ മുന്നോട്ട് വന്നത്. ജനങ്ങളുടെ മനസ്സിൽ സ്വർണ്ണക്കടകളോട് ഉണ്ടായിരുന്ന അവിശ്വാസം അതോടെ ഇല്ലാതായിട്ട് മാറുകയാണ്. ഇത് ജനങ്ങളിൽ വലിയ വിശ്വാസവും സൃഷ്ടിക്കുകയാണ്. അങ്ങനെ ജനങ്ങൾ പതിയെ ലോക്കൽ ജ്വല്ലറികളിൽ നിന്നും മാറി ഇത്തരം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് ജ്വല്ലറികളെ വിശ്വസിക്കാൻ ആരംഭിച്ചു. കൂടാതെ ടാറ്റ എന്ന പേരിനോട് ഇന്ത്യക്കാർ പുലർത്തുന്ന സ്നേഹവും വിശ്വാസവും
കച്ചവടത്തിലും പ്രതിഫലിച്ചു. ഇതോടെ ഇന്ത്യയിലുടനീളം തനിഷ്ക് സ്റ്റോറുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. വലിയ വിജയം ടാറ്റ ഗ്രൂപ്പിനുണ്ടായി. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കുണ്ടാവുന്ന ഒരു സംശയം, ടാറ്റയുടെ ഈ ഒരു വലിയ വിജയം കണ്ടിട്ടാണോ മറ്റു വമ്പന്മാരും ഈ ഒരു രംഗത്തേക്ക് വരുന്നത്? അതൊരു ഉത്തരം തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു കാരണവുമാണ്. പക്ഷേ അത് മാത്രമല്ല, ഇപ്പം നമ്മൾ നോക്കിയാൽ ഇന്ത്യയിലെ ജ്വല്ലറി മാർക്കറ്റ് കൂടുതൽ ഓർഗനൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2024 കണക്കനുസരിച്ച് ആകെ ജ്വല്ലറി ബിസിനസിൻ്റെ 36 മുതൽ 38% മാർക്കറ്റ് ഷെയറും ഓർഗനൈസ്ഡ് ജ്വല്ലറി ബ്രാൻഡുകളുടെ കയ്യിലാണ്. 2019 ഇത് വെറും 22%. വളരെ പെട്ടെന്ന് ചടുലമായ മാറ്റമാണ് ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കണക്കിൽ തന്നെ ഓർഗനൈസ്ഡ് ജ്വല്ലറികളിലെ ആദ്യ 10 കമ്പനികൾക്ക് ഏകദേശം 30% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അതായത് ഓർഗനൈസ്ഡ് സെക്ടറിൽ തന്നെ 90% മാർക്കറ്റ് ഷെയറും കൈയടക്കി വെച്ചിരിക്കുന്നത് ടോപ്പ് 10-ലുള്ള 10 കമ്പനികളാണ്. ടാറ്റയുടെ തനിഷ്ക് മാത്രമല്ല, ഇങ്ങനെ ധാരാളം ബ്രാൻഡഡ് ആയിട്ടുള്ള ജ്വല്ലറി സ്റ്റോറുകൾ ഇന്ത്യയിൽ ഉടനീളം കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിൽ ഉയർന്നു വന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യയിൽ ഇപ്പോഴും വലിയൊരു വിഭാഗം ജനങ്ങളും സ്വർണം സ്റ്റോറുകളിൽ നേരിട്ട് പോയി വാങ്ങിക്കുന്നതിനാണ് താല്പര്യം കാണിക്കുന്നത്. എങ്കിലും വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ 2022 റിപ്പോർട്ട് അനുസരിച്ച് സ്വർണം ഓൺലൈനായി വാങ്ങാൻ താല്പര്യപ്പെടുന്ന ആളുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതുകൊണ്ട് സാധാരണ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ സ്റ്റോറുകൾ കൂടാതെ ടാറ്റയും ബിർളയും അംബാനിയും ഒക്കെ ഓൺലൈനായി സ്വർണം വാങ്ങാനുള്ള അവസരവും ഇപ്പോൾ ഒരുക്കുന്നുണ്ട്. ആളുകൾ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്നും ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് മാറുന്നത് മാത്രമല്ല, ആളുകളുടെ പർച്ചേസ് ചെയ്യുന്ന രീതികളും സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ അർബൻ മേഖലകളിലും ടൗണുകളിലുമാണ് കൂടുതലായിട്ടും ബ്രാൻഡഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് സ്റ്റോറുകൾ ഉള്ളത്. ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും ജനങ്ങൾ ലോക്കൽ ജ്വല്ലറി സ്റ്റോറുകളിൽ നിന്ന് തന്നെയാണ് കൂടുതലായിട്ടും ആഭരണങ്ങൾ വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അർബനൈസേഷൻ, അതായത് നഗരവൽക്കരണം കൂടുന്നത് ഇത്തരം ബ്രാൻഡഡ് സ്റ്റോറുകളിൽ നിന്ന് ആളുകൾ സ്വർണ്ണമടക്കമുള്ള വസ്തുക്കൾ വാങ്ങുന്നത് കൂടാൻ കാരണമാവുമെന്ന് കണക്കാക്കുന്നുണ്ട്. അല്ലെങ്കിൽ കണക്കുകൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ റിപ്പോർട്ടിൽ ഇതേക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ നമുക്ക് കാണാനും പറ്റുന്നതാണ്. അതായത് മേൽ പറഞ്ഞതുപോലെ വലിയ അവസരമാണ് വൻകിട ബിസിനസ്സുകാർ ഈ മേഖലകളിൽ കൃത്യമായ കണക്കുകളോടെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയൊരു ജ്വല്ലറി ബിസിനസ് യുദ്ധം ഇന്ത്യയിലെ വൻകിട ഗ്രൂപ്പുകൾ തമ്മിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത്. 2019 നിന്ന് 2024 എത്തിയപ്പോഴേക്കും ഇന്ത്യയിലെ മൊത്തം ജ്വല്ലറി മാർക്കറ്റിൻ്റെ വളർച്ച 8% ആയപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടറിലുള്ള വരുമാനം 2019 മുതൽ 2024 വരെയുള്ള കാലയളവിൽ 19% കൂടിയത്. ഇതിൽ തന്നെ ടൈറ്റാൻ, കല്യാൺ, സെൻസ്കോ എന്നീ കമ്പനികൾ മാത്രമായിട്ട് 20% വളർച്ചയുണ്ടാക്കിയിരുന്നു. ക്രിസിൽ എന്ന ഗ്ലോബൽ അനലിറ്റിക്കൽ റിസർച്ച് കമ്പനിയുടെ കണക്കനുസരിച്ച് 2024-25 വർഷത്തിൽ ഓർഗനൈസ്ഡ് സെക്ടറിൽ മാത്രമായി വരുമാനത്തിൽ 17-18% വളർച്ച ഉണ്ടാവുമെന്ന് കണക്ക് കൂട്ടുന്നുമുണ്ട്. കൂടാതെ 2024 ഇന്ത്യൻ ജ്വല്ലറി മാർക്കറ്റ് 6,40,000 കോടി രൂപയായി മാറി. $ഡോളറിലൊക്കെ പറയാനാണെങ്കിൽ $80 ബില്യൺ. ഇന്ത്യയുടെ ആകെ ജ്വല്ലറി മാർക്കറ്റ് 2028 ആവുന്നതോടുകൂടി $145 ബില്യൺ ആകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്വർണത്തിൻ്റെ വില വലിയ രീതിയിൽ കുതിച്ചുയർന്ന സമയങ്ങളുണ്ടല്ലോ. അപ്പോൾ ആദ്യ സമയങ്ങളിൽ ഡിമാൻഡ് കുറയുന്നുണ്ട് എങ്കിലും പിന്നെയും ഇന്ത്യക്കാർ സ്വർണത്തിന് പിറകെ പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കണക്കുകളിലൂടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വർഷങ്ങളിൽ സ്വർണ്ണാഭരണങ്ങളുടെ മാർക്കറ്റ് കൂടി വരാനാണ് സാധ്യത. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് ഓർഗനൈസ്ഡ് ജ്വല്ലറി സെക്ടറിൻ്റെ മാർക്കറ്റ് ഷെയർ ഭാവിയിൽ വളരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നേട്ടം കൊയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വൻകിട കമ്പനികളാവാനാണ് സാധ്യതയേറെയും. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 2024 ബജറ്റിൽ സ്വർണത്തിൻ്റെ ഡ്യൂട്ടിയിൽ ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. തൊട്ടു പിന്നാലെ ജൂലൈ 26-ാം തീയതി, 23-നാണ് ബജറ്റ് വരുന്നത്, 26-ാം തീയതിയാണ് ആദിത്യ ബിർള ഗ്രൂപ്പ് തങ്ങളുടെ ജ്വല്ലറി ബ്രാൻഡായ ഇന്ദ്രിയ ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത മാസം റിലയൻസ് കമ്പനിയും ഭാവിയിൽ ലക്ഷറി ജ്വല്ലറി ബിസിനസ്സിലേക്ക് കടക്കുമെന്നുള്ള സൂചനകൾ തന്നിരുന്നു. റിലയൻസിന് സ്വന്തമായിട്ടൊരു ജ്വല്ലറി ബ്രാൻഡ് ഉണ്ട്, റിലയൻസ് ജ്വൽസ് എന്നാണ് അതിൻ്റെ പേര്. എന്നിരുന്നാലും ഇപ്പോൾ ലക്ഷറി ജ്വല്ലറി സെക്ടറിലേക്ക് കൂടി കടന്നു ചെല്ലാനാണ് റിലയൻസ് തീരുമാനിച്ചിരിക്കുന്നത്. റിലയൻസ് ജ്വൽസ് എന്ന ബ്രാൻഡ് 2007-ലാണ് തുടങ്ങിയത്. പക്ഷേ അതിലൂടെ മിഡിൽ ക്ലാസ് ജനങ്ങൾക്ക് കൂടി താങ്ങാനാവുന്ന ജ്വല്ലറി ഐറ്റംസ് ആണ് റിലയൻസ് വിറ്റുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഒരു ലക്ഷറി പ്രീമിയം ബ്രാൻഡ് തുടങ്ങാനാണ് റിലയൻസ് ആലോചിക്കുന്നത്. ലക്ഷറി ബ്രാൻഡിലൂടെ വില കൂടിയതും അപൂർവവുമായ ജ്വല്ലറി കളക്ഷൻസ് കസ്റ്റമേഴ്സിന് നൽകാനാണ് റിലയൻസ് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബിസിനസ്സാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, മാളുകളിലും ഹൈപ്പർ മാർക്കറ്റുകളുടെയും കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം ജ്വല്ലറി സ്റ്റോറുകൾ ഇപ്പോൾ ഉയർന്നു വരുന്നത് കാണാൻ പറ്റും. രാജ്യത്തെ ഓരോ മാളിലും ഇപ്പോൾ 2024 കണക്കനുസരിച്ച് 8 മുതൽ 11 വരെ ജ്വല്ലറി സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 2021 ഇത് 1-2 മാത്രമായിരുന്നു. കണക്കുകൾ നോക്കിയാൽ മാളുകളുടെ സ്പേസ് ഇപ്പോൾ 5% ജ്വല്ലറി സ്റ്റോറുകൾക്കായിട്ട് മാറ്റിവെച്ചതും കാണാം. മുൻപ് 1% മാത്രമായിരുന്നു. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 5% സ്പേസ് മാത്രമേ മാളുകളിൽ ഈ ജ്വല്ലറിക്ക് വേണ്ടി മാറ്റിവെക്കുന്നുള്ളൂ എങ്കിലും
ആകെ ആ മാൾ ഉണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ 15 മുതൽ 20% വരെ ഇത്തരം ജ്വല്ലറി സ്റ്റോറുകളിൽ നിന്നാണ് വരുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ഒന്നുകൂടി ചുരുക്കി പറയാനാണെങ്കിൽ ആദിത്യ ബിർള ഗ്രൂപ്പ്, റിലയൻസ് ഗ്രൂപ്പ് എന്നീ വൻകിട ഗ്രൂപ്പുകൾ ഇപ്പോൾ ജ്വല്ലറി ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അർബനൈസേഷൻ. അതിവേഗം ഇന്ത്യയിൽ നടക്കുന്ന നഗരവൽക്കരണം ഓർഗനൈസ്ഡ് സെക്ടറുകളുടെ വളർച്ചാ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 2, നികുതി അടക്കമുള്ള വിഷയങ്ങളിലെ ഗവൺമെന്റിന്റെ പോളിസീസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വർണ്ണത്തിന് നികുതിയിലെല്ലാം വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 3, ഓർഗനൈസ്ഡ് മേഖലകളിൽ ജനങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന വിശ്വാസം. 4, ഉപഭോക്താവിൻ്റെ താല്പര്യങ്ങളിൽ സംഭവിച്ച മാറ്റം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ടാറ്റ ഗ്രൂപ്പ് ഇവിടെ മറ്റ് 2 ഗ്രൂപ്പുകളെക്കാളും ഒരു പടി കൂടെ മുന്നിലാണ്. ടാറ്റയുടെ തനിഷ്ക് ബ്രാൻഡ് 2020 ആദ്യമായിട്ട് തങ്ങളുടെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റോർ ദുബൈയിൽ ആരംഭിച്ചിരുന്നു. 2023 അമേരിക്കയിലെ ന്യൂജേഴ്സിയിലും തനിഷ്കിൻ്റെ ഒരു സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. പിന്നെ ഇത് 2024 ആയപ്പോഴേക്കും അമേരിക്കയിലെ ചിക്കാഗോയിൽ 4ാമത്തെ സ്റ്റോറായിട്ട് മാറുന്നുണ്ട്. അതായത് ഇൻ്റർനാഷണലി തനിഷ്കിൻ്റെ 15ാമത്തെ സ്റ്റോറായിരുന്നു അത്. 2025 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ 170 പുതിയ സ്റ്റോറുകളും ഇന്ത്യക്ക് പുറത്ത് 40ഓളം ഇൻ്റർനാഷണൽ സ്റ്റോറുകളും തുറക്കാമെന്നാണ് തനിഷ്ക് ജ്വല്ലറി കണക്ക് കൂട്ടുന്നത്. ഇങ്ങനെ 2020 ശേഷം ഇന്ത്യക്കകത്തും പുറത്തും ബിസിനസ് വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ടാറ്റയുടെ തനിഷ്ക് ബ്രാൻഡ് ഇപ്പോൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിന് പുറമെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാവണം റിലയൻസ് ഗ്രൂപ്പ് ലക്ഷറി ജ്വല്ലറി ബിസിനസ്സിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. ആദിത്യ ബിർള ഗ്രൂപ്പ് 2024 ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതായത് ടാറ്റയെയും റിലയൻസിനെയും അപേക്ഷിച്ച് ആദിത്യ ബിർള ഗ്രൂപ്പ് ജ്വല്ലറി ഇൻഡസ്ട്രിയിൽ ചുവട് വെക്കുന്നതേ ഉള്ളൂ. മുൻപ് ടാറ്റ ഗ്രൂപ്പിനോടും റിലയൻസ് ഗ്രൂപ്പിനോടും മത്സരിച്ച് പരാജയപ്പെട്ട ചരിത്രങ്ങളും ആദിത്യ ബിർള ഗ്രൂപ്പിനുണ്ട്. വലിയൊരു ഗ്രൂപ്പാണ്, നമുക്കറിയാം. ആദിത്യ ബിർള ഗ്രൂപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെയാണ്. എങ്കിലും ഇവരോട് മത്സരിച്ച് പരാജയപ്പെട്ട ചരിത്രങ്ങളുമുണ്ട്. റിലയൻസ് റീറ്റെയിലിനെ പോലെ തന്നെ ഇന്ത്യയിലുടനീളം ത്രിനേത്ര എന്ന പേരിൽ സൂപ്പർ മാർക്കറ്റ് ചെയിൻ 2007 ആദിത്യ ബിർള ഗ്രൂപ്പ് ആരംഭിച്ചിരുന്നു. ആ സംരംഭം നഷ്ടത്തിലായി, ഒടുവിൽ കടം കയറി. പിന്നീട് 2018 ആമസോണിനും സമാര ക്യാപിറ്റൽ എന്ന ഇക്വിറ്റി കമ്പനിക്കും വിൽക്കുകയാണ് ഉണ്ടായത്. ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ എന്ന ഫാഷൻ റീറ്റെയിൽ ചെയിൻ ടാറ്റയുടെ സുഡിയോയുടെ അത്രത്തോളം വിജയിച്ചതുമില്ല. ഇനി ജ്വല്ലറി ബിസിനസ്സിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ 3-5 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ മുടക്കിയ പണമെങ്കിലും തിരിച്ചു കിട്ടുന്ന രീതിയിൽ ആ ബിസിനസ് വളരുള്ളൂ. ആ ബിസിനസ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത 5 വർഷത്തിനുള്ളിൽ മുതൽ മുടക്കി 5000 കോടി രൂപയെങ്കിലും തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരിക്കും ആദിത്യ ബിർള ഗ്രൂപ്പ്. അതുപോലെ തന്നെ ആ സമയത്തിനുള്ളിൽ ഓർഗനൈസ്ഡ് ജ്വല്ലറി മാർക്കറ്റിലെ ആദ്യ 3 ജ്വല്ലറി ബ്രാൻഡുകൾ ഒന്നായി മാറാനും അവർ ഒരു ശ്രമം നടത്തുന്നതാണ്. ഇപ്പോഴത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മൊത്തം ജ്വല്ലറി മാർക്കറ്റിൽ 20 വർഷത്തോളമായി ജ്വല്ലറി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന തനിഷ്കിന് പോലും 7% മാർക്കറ്റ് ഷെയർ മാത്രമാണുള്ളത്. അതായത് റെസ്റ്റോറൻറ്റ് ചെയിനുകളെ പോലെയോ ഫാഷൻ ക്ലോത്തിങ് ചെയിനുകളെ പോലെയോ എളുപ്പത്തിൽ ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം നേടിയെടുക്കാൻ പറ്റുന്നതല്ല. അവർ തങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജ്വല്ലറി ഷോപ്പ് മാറി മറ്റൊരു ജ്വല്ലറി ഷോപ്പ് പരീക്ഷിക്കണമെങ്കിൽ അത്രയും വിശ്വാസ്യത കൂടെ ഉണ്ടായിരിക്കണം. ഇതത്രത്തോളം എളുപ്പമുള്ളൊരു കാര്യമല്ല. തനിഷ്കിനെ പോലെ വർഷങ്ങളുടെ പരിശ്രമം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാര്യങ്ങൾ എന്താണെങ്കിലും ടാറ്റ, റിലയൻസ്, ആദിത്യ ബിർള എന്നീ 3 വൻകിട ഗ്രൂപ്പുകളും എങ്ങനെയായിരിക്കും ജ്വല്ലറി ബിസിനസ്സിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇനി ഇടപെടാൻ പോകുന്നത് എന്ന കാര്യം വരും നാളുകളിൽ നമുക്ക് കൂടുതലായിട്ട് വ്യക്തമാവുന്നതാണ്. ആ സമയത്ത് ഇതേക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇടുന്നതാണ്. എന്താണെങ്കിലും ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്നും എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള അവസരങ്ങൾ നോക്കി ബിസിനസ്സുകാർ തങ്ങളുടെ ബിസിനസ് വളർത്താൻ വേണ്ടി അത് ഉപയോഗിക്കുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ കമൻറ്റായിട്ട് എഴുതണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, സൈനിങ് ഓഫ്.